ചെറുപ്പം തൊട്ടേ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്. മേ ബി എൽ-പി സ്കൂൾ തൊട്ട് മെൻ ആൻഡ് വുമൺ ആർ ഈക്വൽ. ദ 50-50 ഈക്വാലിറ്റി. ഇറ്റ്സ് എ കംപ്ലീറ്റ് ലൈ. ഒരിക്കലും മെൻ ആൻഡ് വുമൺ ഈക്വൽ അല്ല. ഇറ്റ്സ് മൈ ഒപ്പീനിയൻ. മേ ബി ഫെമിനിസ്റ്റുകൾക്ക് ഈ വീഡിയോ പറ്റുന്നുണ്ടാവില്ല. But let me be honest, they are not equal. ആണുങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക് ഡിഫറെൻ്റ് ആണ്, പെണ്ണുങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്കും ഡിഫറെൻ്റ് ആണ്. ദ മാസ്കുലിൻ മെൻ ഈസ് ലൈക്ക് സ്ട്രോങ്, ഡോമിനേറ്റിംഗ്, ഡിസിഷൻ മേക്കർ, തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷെ ഒരു ഫെമിനിൻ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ ലവ്, കെയറിങ്, സപ്പോർട്ടിങ്, എംപതി. പക്ഷേ സൊസൈറ്റി എങ്ങനെയാണ് പുഷ് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരും ബി മോർ സ്ട്രോങ്, വുമൺ ഷുഡ് നോട്ട് ഡു ദാറ്റ്, ഡു ദീസ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ബയോളജിക്കലി നോക്കുകയാണെങ്കിലും ഫിസിയോളജിക്കലി നോക്കുകയാണെങ്കിലും സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിലും ദേ ആർ ബോത്ത് ഡിഫറെൻറ്റ്. ഓക്കെ, ആണുങ്ങൾ തിങ്ക് ചെയ്യുന്ന രീതിയെ വേറെയാണ്, പെണ്ണുങ്ങൾ തിങ്ക് ചെയ്യുന്ന രീതിയെ വേറെയാണ്. ദ മെൻ ഓൾവേസ് തിങ്ക് ലൈക്ക് ദിസ്, അറ്റ്ലീസ്റ്റ് ദ മാസ്കുലിൻ മെൻ. ഐ ഷുഡ് ഓൾവേസ് പ്രൊട്ടക്റ്റ് ആൻഡ് പ്രൊവൈഡ് ഫോർ മൈ ഫാമിലി. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. പണ്ട് ഹണ്ട് ചെയ്ത് കഷ്ടപ്പെട്ട് കാട്ടിലൊക്കെ പോയി ഹണ്ട് ചെയ്ത് ഫുഡ് വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇന്ന് വർക്ക് ചെയ്ത് ആ വരുമാനം കൊണ്ട് തൻ്റെ ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം. ഇവിടെ ഞാൻ അബ്യൂസീവായ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ല ഇവിടെ പറയുന്നത്. ദ റിയൽ മാസ്കുലിൻ മാൻ ആൻഡ് ദ റിയൽ ഫെമിനിൻ വുമൻ. ആൻഡ് ദിസ് ഫെമിനിൻ വുമൻ ഓരോ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്, ഇവർ എന്നിട്ട് ആ ഫുഡും കൊണ്ട് വീട്ടിൽ വരുമ്പോൾ അവരെ ഹസ്ബൻഡിന് വേണ്ടി കുക്ക് ചെയ്ത് കൊടുക്കുക, അവരെ ഫാമിലിക്ക് വേണ്ടി കുക്ക് ചെയ്യുക, ആൻഡ് റിയലി കെയറിങ്, സപ്പോർട്ടിങ് ദെയർ ഗോൾസ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിലൊന്ന് സ്ട്രോങ്ങും ഒന്ന് വീക്കും അല്ല. ഫെമിനിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒരിക്കലും വീക്കല്ല, അതേപോലെ മാസ്കുലിൻ ക്യാരക്ടറിസ്റ്റിക്സ് സ്ട്രോങ് അങ്ങനെയല്ല. രണ്ടും ഡിഫറെൻ്റ് ആണ്, രണ്ടും സ്ട്രോങ് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ, ഒരാളെക്കാൾ മെച്ചം അങ്ങനെയല്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക? സൊസൈറ്റി എങ്ങനെ പുഷ് ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതൽ ഈ ഡിസിഷൻ മേക്കിംഗ്, ഡോമിനേറ്റിംഗ്, റൂളിങ് എല്ലാ ഈ മെന്നിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മാസ്കുലിൻ മാൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവരടിച്ചേൽപ്പിക്കണം. അതാണ് കൂടുതൽ പവർഫുൾ എന്നൊക്കെ പറയാണ്ട്. നോ, നോ, യുവർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ പവർഫുൾ. ഞാൻ ഈ മാൻ ഗാഡ്സിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അതിൽ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു സ്ത്രീക്ക് എനിക്കൊരു നല്ല അമ്മയാവണം എന്ന് പറയണമെങ്കിൽ, എൻ്റെ കുട്ടീനെ നല്ല രീതിയിൽ വളർത്തി എന്നാണ് ആ സ്ത്രീ പറയണമെന്നുണ്ടെങ്കിൽ അതൊരു മോശം കാര്യം എന്നുള്ള രീതിയിലാണ്. അത് ഈ ഫെമിനിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒരിക്കലും വീക്കല്ല, അതൊക്കെ അടിപൊളിയാണ്. വെൻ ബോത്ത് ആർ കമ്പൈൻഡ് ദാറ്റ് ഈസ് പവർഫുൾ. A masculine man is always attracted to a feminine woman and vice versa. ഒരു മാഗ്നറ്റിനൊക്കെ സൗത്ത് പോളും നോർത്ത് പോളും ഉള്ള പോലെ, ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള പോലെ, അതുകൊണ്ടാണ് ഹ്യൂമൻസ്, there are two types of genders and definitely both are not equal. ഈ 50-50 ഒക്കെ വെറുതെ പറയണം. അതായത് ഇത് പുതിയ കാലഘട്ടമല്ലേ, ഇപ്പോൾ രണ്ടാളും ഒരേപോലെയല്ലേ എന്നൊക്കെ പറയണത്. നോ, ദ ഗോൾ ഈസ് നോട്ട് ലൈക്ക്, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മൈ ഗോൾ ഈസ് നോട്ട് മൈ വുമൺ ഷുഡ് നോട്ട് വർക്ക്. അത് അബ്യൂസീവ് ക്യാരക്ടറിസ്റ്റിക് ആയി. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് ലൈക്ക് ഐ മേക്ക് ഇനഫ് മണി ഫോർ മൈ ഫാമിലി സോ ദാറ്റ് മൈ വുമൺ ഡോണ്ട് ഹാവ് ടു വർക്ക്. ഓക്കെ, രണ്ടും ഡിഫറെൻ്റ് ആണ്. സ്ത്രീകൾക്ക് ഗോൾസ് വേണ്ടെന്നോ ഡ്രീംസ് ചേസ് ചെയ്യണ്ട എന്നൊന്നല്ല പറയണത്. ലൈക്ക് യു ഡോണ്ട് നീഡ് ടു ബി ലൈക്ക് എ മാൻ. യു ക്യാൻ ബി എ വുമൺ ഡൂയിങ് മെൻസ് തിങ്സ് ലൈക്ക് ഷർട്ട് ഇടുക, ജീൻസ് ഇടുക. അതുപോലെ ആണുങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക് കൂടുതലാണ്. ഇപ്പോൾ ആണുങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക് ഇപ്പോൾ കൂടുതൽ സൊസൈറ്റി പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹീൽസ് ഇട്ട് സാരിയൊക്കെ എടുത്ത് വന്നാൽ എങ്ങനെ ഉണ്ടോ? രസമുണ്ടാവുമോ? അതേപോലെ തന്നെ ഞങ്ങൾക്കും ഫീൽ ചെയ്യണത്. ഒരിക്കലും ആണുങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക് പവർഫുൾ, സ്ത്രീകളുടെ ക്യാരക്ടറിസ്റ്റിക് മോശം, അങ്ങനെയൊന്നുമില്ല. ബോത്ത് ആർ പവർഫുൾ ഇൻ ദെയർ ഓൺ വേ.
ഇതിനുള്ളൊരു ഞാൻ പറഞ്ഞില്ലേ 2ന്റെയും ഡിഫറൻസിന്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കില് നമുക്ക് ഇൻസ്റ്റാഗ്രാമത്തില് അല്ലെങ്കിൽ നമ്മളെന്തേലും വീഡിയോ ഇടുമ്പോ അതിന്റെ കമന്റ് നോക്കിയാ മതി. അല്ലെങ്കിൽ ചെറിയ കുട്ടിയാകുമ്പോ നമ്മള് ചെയ്യണ കാര്യങ്ങളൊക്കെ. വുമൻ ആൾവേസ് നോട്ട് വുമൻ ദെയർ ആർ മാസ്കുലിൻ വുമൻ ഉണ്ട്, ഫെമിനിൻ വുമൻ ഉണ്ട്. ഫെമിനിൻ വുമൻ ആൾവേസ് ഗ്രോ ബൈ എന്താ പറയാ പ്രൈസസ്. പ്രൈസ് ചെയ്യാന്ന് പറയില്ലേ? അതായത് "ഓ അവനെ കാണാൻ നല്ല രസണ്ട്. ആഹ് ഇന്നത്തെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടല്ലോ." അങ്ങനെയൊക്കെ പറയണാകുമ്പോ അപ്പളാണ് ഫെമിനിൻ വുമണിന് കൂടുതൽ ഗ്രോത്ത് വരുന്നത്. അല്ലെങ്കിൽ ഹാപ്പിനെസ് വരുന്നത്. പക്ഷെ മാസ്കുലിൻ മാൻ എപ്പളും വരാ എന്തേക്കാരം ഗ്രോ ചെയ്യാ ചലഞ്ചസ് ആണ്. ഇപ്പൊ ആൺകുട്ടികളെ കണ്ടിട്ടില്ലേ? "എനിക്ക് ഉറപ്പാണ് അനക്ക് ഇന്റെ അത്ര സ്പീഡിൽ ഓടാൻ വൈക്കൂല" എന്നൊക്കെ പറയല്ലോ. ഒരു മത്സര രീതിയിലേക്കാണ് ആൺകുട്ടികൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചലഞ്ച് രീതിയിലേക്കാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുമ്പോൾ തന്നെ അൻ്റെ കാഫ് ചെറുതാണ് അങ്ങനെയൊക്കെ രീതിയിൽ മസിൽ ചെറുതാണെന്ന് പറഞ്ഞാണ്ട് കളിയാക്കിയാണ്ട് ആ രീതിയിൽ എപ്പോഴും ഒരു ചലഞ്ചിങ് ബിഹേവിയർ ആയിരിക്കും. പക്ഷെ അതേസമയം ഗേൾസിനാകുമ്പോൾ അത് പ്രൈസ് ചെയ്യണ ബിഹേവിയേഴ്സ് ആയിരിക്കും. ലൈക്ക് എനിക്ക് ഞാൻ ഇങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എന്താണോ നമ്മളെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു തരുന്നത് ഓക്കെ വുമൺ എംപവർമെൻറ്റ് വുമൺ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മളും കുറേ എന്താണ് പരീക്ഷയ്ക്കും അതൊക്കെ അങ്ങനെ പഠിച്ചു പോയ ആൾക്കാരാണ്. പിന്നീട് നമ്മൾ ആ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ കഴിഞ്ഞതിന് ശേഷം റിയൽ ആൾക്കാർ എഴുതിയ ബുക്കുകളൊക്കെ വായിക്കുമ്പോഴാണ് ലൈക്ക് ദിസ് ഈസ് വൺ ഓഫ് ദ എക്സാമ്പിൾ ദ വേ ഓഫ് ദ സുപ്പീരിയർ മാൻ. ഇങ്ങനത്തെ ബുക്കൊക്കെ വായിക്കുമ്പോഴാണ് ശരിക്കും നമ്മളെ കണ്ണ് തുറക്കണത്. ആക്ച്വലി ഇതൊക്കെ എങ്ങനെ അല്ലായിരുന്നു അല്ലേ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഗെറ്റ് വ്യൂസ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ലൈക്ക് യു ജെനുവിൻലി നോ ദാറ്റ് ദ ബോത്ത് ആർ ഡിഫറെൻറ്റ്, ദ ക്യാരക്ടറിസ്റ്റിക് ആർ ഡിഫറെൻറ്റ്, ദ ആർ നോട്ട് ഈക്വൽ. ഓക്കെ, ദ ആർ നോട്ട് ഈക്വൽ. സോ യാ നിങ്ങളെ തോട്ട്സ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഗുഡ് ബൈ.